ഹലോ ഗൈസ്, വ്യത്യസ്ത വീഡിയോസ് ഇട്ടിട്ട് വേറെ നല്ല ജോലിയും തിരക്കും കാര്യം. പിന്നെ വണ്ടി കുറച്ച് നല്ല ചിന്ത പണികളുണ്ടായിരുന്നു, അതൊക്കെ നേരെയാക്കി. ഓക്കെ, പിന്നെ നേരെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്യാന്ന് വെച്ച്. ഡെയിലി ബ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. ജോലിയും കാര്യങ്ങളാണ്ട് പാടാണ്. നേരെ പണ്ട് ഞാനും ഒരു പാലക്കാട് പോകാൻ വേണ്ടി ഒരു പയ്യനായിട്ട് നിന്നില്ലേ, പണ്ടത്തെ ഒരു വീഡിയോ കണ്ടറിയാം. അപ്പം അവൻ്റെ വീട്ടിലോട്ട് പോയി. അതിപ്പോൾ 12 ഉറക്കണിച്ചിപ്പോൾ തന്നെ താമസിച്ചു. ഞായറാഴ്ചയാണ് കിട്ടുന്ന എല്ലാ ജോലിയും കാര്യങ്ങളും ഉള്ളവർ ഭയങ്കര ക്ഷീണമാണ്. അപ്പം നേരെ ഇനി അതിൻ്റെ ഉള്ളിലോട്ട് വയറിങ് കിറ്റൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്താ എൻ്റെ അഡാപ്റ്റർ, ഈ സാധനം ഒരു അഡാപ്റ്റർ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ചു പോയി. അതൊക്കെ അടിച്ച് രണ്ടാമത്തെയാണ്. അപ്പം പിന്നെ ഞാൻ ഈ സാധനം ചുമ്മാ ഓർഡർ ചെയ്ത സാധനമാണ്, ബ്ലൂടൂത്തിലായിട്ട് വാങ്ങിച്ച സാധനമാണ്. വാങ്ങിച്ചപ്പോൾ ഇത് എനിക്ക് ഉപയോഗമായി. അപ്പോൾ അതിലാണ് ഇപ്പം വ്ലോഗും ചെയ്യുന്നത്. സംസാരിക്കാനും പറ്റും, കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ചെറിയ സൗണ്ട് വ്യത്യാസം വരും. മൈക്ക് ഇവിടെയാണ് ഇരിക്കുന്നത്, പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കില്ല. അതാണ് ഏറ്റവും ഉള്ള കുഴപ്പം. സൈഡിൽ വയ്ക്കാനും പറ്റില്ല, അതാണ് ഏറ്റവും ഉള്ളത്. അപ്പം പിന്നെ ഇതിൻ്റെ ഓരോ അപ്ഡേഷനായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫുഡ് വച്ചിട്ടില്ല, ഫുഡ് ഇനി വയ്ക്കണം. അത് വെച്ചിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇപ്പം വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ലാതെ നോർമലായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നേരെ അങ്ങോട്ട് ഒട്ട വെയിലാണ്. 10 മണിയാകുമ്പോൾ തന്നെ വലിയ വെയിൽ, നല്ല വെയിലാണ്. ഇപ്പം തന്നെ നല്ല വെയിലുണ്ട്. ഞാൻ ഇറങ്ങി തിരിച്ച് 10 മണിക്ക് പോകണമെന്നുള്ള ആഗ്രഹത്താണ് എനിക്ക്. അവിടെ നേരെ അങ്ങോട്ട് പോകും. എൻ്റെ റോഡൊക്കെ എങ്ങനെയായാലും നോക്കിയാൽ അറിഞ്ഞൂടാ. നേരെ എന്തെങ്കിലും ഡൊമിനാറിൽ പാമ്പിൻ്റെ കയ്യിൽ അത് മോറിൻ്റെ പഴയ മോറിലാണ്. ഡീസലുള്ള പെട്രോൾ ഏത്? അതാ ആ 330. ഓ, $320. 330 കോസ്റ്റല്ല. കൊണ്ടുള്ളത് 10 കൊടുക്കും. അതും പോയാ എല്ലാം കളയാക്കാണല്ലോ. 250, 70, 80, 90 ആശയം.
പുള്ളി ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയാണ് ലെഫ്റ്റ് സൈഡ് കയറി എന്തിനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ അല്ലേ ഞാൻ പറഞ്ഞത്. ഒരു ബൈക്കുകാർ സൈഡിൽ കൂടെ നാട് കുറിച്ച് പോകാൻ പറ്റുമോ ഉള്ളൊരു കമ്പനി ഇങ്ങനെ അനുഭവം. ഞാൻ ഇപ്പോൾ എനിക്ക് കയറി ഞാൻ പതുക്കെ വന്നുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇതിലാണ് വന്നിട്ട് ഇനി ബൈക്കാണ് എന്നിട്ട് അമ്മ റോങ്ങെന്ന് പറയും. ചിലർക്ക് ഇങ്ങനത്തെ കുറേ ടീമുകളുണ്ട്. ഇതണക്ക് വേറെ ലോങ് വേണ്ട പറ്റി കണക്കാണ് ഞാൻ എഴുതിയിട്ടില്ല. അങ്ങോട്ട് പോകണം നല്ല ഇത് ആ വഴി പണ്ടത്തെ വഴി ഇപ്പം മാറി കാറ് ചെയ്ത് സെറ്റാക്കിയതാണ്. റോഡ് ഒറ്റ റോഡായി. പണ്ട് ഇവിടെ ഫുള്ള് കണ്ട് പുതിയ എല്ലാം ഇവിടെ ഏതോ ഭാഗത്ത് ആ ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഉണ്ട്. ഈ റോഡ് മോശം കിടന്ന റോഡാണ്. വീട്ടിലൊക്കെ ചാടി ചാടിയാണ് പക്ക റക്കാണ്. ഒറ്റ റോഡാണ്. ഇലക്ഷനായിട്ട് എനിക്ക് എല്ലാം ചെയ്യുന്നുള്ളൂ. അങ്ങനെയില്ല ഒറ്റ റോഡാണ്. അവിടെ നാലും അങ്ങോട്ടും വണ്ടി മഴ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വയ്യാതായി. അപ്പം ഓക്കെ നടക്കും. അത്ര നടക്കില്ല. നടക്കും കുറച്ച് വെച്ചിട്ട് നടക്കും. അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് അങ്ങനെയാവും. ഇല്ല അടുത്ത മാസം ഏതിൻ്റെ സൈക്കിൾ റൈഡേഴ്സിൻ്റെ എവിടെ തൃശ്ശൂരോ പാലക്കാടോ അടുത്ത മാസം ഏപ്രിലോ? ആ അല്ലെങ്കിൽ ട്രിപ്പോ കാണാം. ഇടയ്ക്ക് വേറെ എവിടെ മീറ്റപ്പിൻ്റെ ട്രോണ്ടത്ത് വെച്ച് ഉണക്കുമെന്ന് പറഞ്ഞ കേട്ടോ. ഞാനത് പറയാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞാണ്. വേറെ വിളിച്ചു ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. വിളിക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞും അനക്കൊന്നുമില്ല. അങ്ങോട്ട് ചോദിച്ചാൽ വള്ളിയാവും. നീ എങ്ങോട്ടാണ്? വണ്ടി വരുന്നത് സൈറ്റ് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഓ അങ്ങനെ കുറ്റി എടുക്കാൻ മണ്ണല്ല നിരത്താണ് JCB. ഓ ഓ എടുത്തിട്ട് വിളിക്കാം. അവൻ്റെ വീട് സംഗീതമാണ്. സംഗീത അവ ഏതെല്ലാം ഉണ്ടോ? അവൻ ഏതാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഏതെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ബാഗ് പറ്റോ കിടക്കണം? ബാഗ് എന്ത് നമ്പരാണ് ഞാൻ കഴിച്ച വാട്സപ്പ്. അതിപ്പോൾ ഉരുപ്പിലുണ്ടെന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. ആയിരിക്കും. കാണാൻ വയ്യ. അറിയാൻ വയ്യ. വന്നപ്പം എനിക്ക് കൊട്ടാരക്കര എത്തുന്നു ഒരുപാട് ദൂരം. ഞാൻ മാപ്പ് ഇട്ടത് 22 കിലോമീറ്ററുണ്ട്. പിന്നെ കുറച്ചാണ് ചവിട്ടിയിട്ട് നോക്കിയപ്പം 18 കിലോമീറ്റർ.
ഒരു 4 കിലോമീറ്ററാണ് ഓടി. അത് മാപ്പിട്ട് നോക്കി വരുമ്പോൾ എത്തൂല. അല്ലാതെ പോകണമെങ്കിൽ പെട്ടെന്ന് അതെന്താണെന്ന് അത് ഈ യാത്ര ചെയ്യുന്നവർക്ക് തീർത്തും അനുഭവമുള്ളത്. അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ പയ്യെ പോകും, പയ്യെ പറഞ്ഞു പയ്യെ പഴവരോട് പോകും. അങ്ങോട്ടൊന്നും പെട്ടെന്ന് എത്തിക്കും. എന്താണെന്ന് സ്ഥിരമായിട്ട് പോകുന്നവർക്കാണ് കുഴപ്പമില്ല. അറിയാം, ആദ്യമൊക്കെ ഈ സോളാറായിട്ട് പോകുമ്പോൾ എൻ്റെ പാട് അറിയാം. പിന്നെ ഞാൻ ഇതാര് പോകുന്നുണ്ട് സോളാർ. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണും, ചിലപ്പോൾ 2-3 ചിലപ്പോൾ 2 പേരായിട്ട് പോകും. ചിലപ്പോൾ ഞാൻ സോളായിട്ട് പോകാൻ പ്ലാൻ തന്നെ. പൂരം കാണാനുള്ള ആരും ഇതിലാണ് പോകും. അതിനുള്ള ബ്ലോഗ് എന്തായാലും ഉടനെ കാണും. ഇപ്പോൾ വീട്ടിൽ എത്തി. ഞാൻ അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഈ ഗോപ്രയുടെ രീതി കാണിച്ചു തരാം. ഉണ്ട്, ഇതുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കണം. ഇതുണ്ട്, സ്വിച്ചൊക്കെ പോയി. ഈ ഇതൊക്കെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയർ ഇതൊക്കെ ഉണ്ട്, വരയൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്വിച്ചും കുഴപ്പമില്ല, സൈഡും കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. പിന്നെ